ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യ, അതെ ഡോക്ടർ, എന്റെ മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയില്ലല്ലോ? ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അതെ, നിലവില് സാധാരണ നോട്ടത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ ഇയാൾ ബോധത്തിലേക്ക് തിരിച്ചു വരും. ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ കരഞ്ഞ ബഹളം വെച്ച് ഇവരെ ഉണർത്താൻ ശ്രമിക്കരുത്. അതെ, അതെ, അതെ. സാറെ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാ ഈ പെങ്കൊച്ചങ്ങോട്ട് ഓടുന്നത് കണ്ടു. വണ്ടി തട്ടി വീണപ്പോ ഞങ്ങളെല്ലാരും ഓടിച്ചെന്ന് നോക്കുകയും ചെയ്തു. അല്ലാതെ ആ പരിസരത്തൊന്നും നിങ്ങൾ ഈ പറയുന്ന ഒരു കൊച്ചിനെ ഞങ്ങൾ കണ്ടില്ല. சார், அது ஒரு ஆங்குளத்தை தான். அவர் பேர் ஆதி. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇങ്ങ വന്നത്. ഞങ്ങൾ അവരെ മാത്രമേ കണ്ടുള്ളൂ സാറേ. നിങ്ങൾ വന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഞങ്ങളെന്നാ പൊയ്ക്കോട്ടെ. എന്നാ ശരി. ரொம்ப நன்றி சார். ആര് സാറേ? അപ്പൊ ആദി ഇങ്ങ? നിത്യ റോഡിലൂടെ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയെന്നല്ലേ പറഞ്ഞത്? ആമാ. അതിന്റെ അർത്ഥം നിത്യക്ക് ഇത് സംഭവിക്കുന്നതിന് മുമ്പേ ആദിക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. സാർ, അല്പം പ്രോബ്ലമാണ് ശരവണ. നിത്യ കണ്ണു തുറന്നാൽ ഇതെല്ലാം അറിയാൻ പറ്റും. അതെ, അതെ, അതെ. പോലീസ് പറയണം ഹരി, പക്ഷേ അവർക്ക് എന്തെങ്കിലും സൂചന കൊടുക്കാൻ നിത്യമോൾക്കല്ലേ കഴിയും. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. സാർ, മനസാരോടും ജ്യോതിയമ്മാവോടും ചൊല്ല വേണ്ടവാ. അവരെ വിളിച്ചപ്പോ ഇക്കാര്യം എങ്ങനെ പറയും ഹരി? നിത്യ കണ്ണു തുറക്കട്ടെ സാറേ. അതുവരെ ഇത് പറയാതിരിക്കുന്നതന്നെ നല്ലത്. അത് മതി. നമ്മൾ പറയാതെ അവരറിയാൻ മാർഗമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അതിനിടയിൽ ആ കുടുംബത്തോട് ഇങ്ങനൊരു കാര്യം പറയേണ്ടി വരിക പറയുന്നത്. സാറ് ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. മുൻപാണെങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ച ഒരുത്തിനെ സംശയിക്കാമായിരുന്നു. ഇപ്പോ അവനില്ലല്ലോ. എന്റെ ഹദിമോന്റെ കാര്യം ഓർക്കുമ്പോഴാ